ഞങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരം കേരളമെമ്പാടും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മെയ് 5-ന് ഈ യാത്ര ആരംഭിക്കും. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്ര ആണിത്. സർക്കാർ അങ്ങനെ ദാരിദ്ര്യത്തിലൊന്നുമല്ല. ഏറ്റവും കൂടുതൽ നികുതി വരുമാനമുണ്ടാക്കിയ സംസ്ഥാനമാണ്. ആശാവർക്കർമാർ ഉന്നയിച്ചിരിക്കുന്ന ഈ ഡിമാൻഡ് അവർ അംഗീകരിക്കാത്തത് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് മറ്റെന്തൊക്കെയോ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സർക്കാരിൻ്റെ ഈ ജനാധിപത്യ വിരുദ്ധമായ നിലപാട് വിശദീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സർക്കാർ അവരുടെ നേട്ടവുമായി 4ാം വാർഷിക ആഘോഷം തുടങ്ങുമ്പോൾ അവരുടെ ഏറ്റവും വലിയ കോട്ടമാണല്ലോ ഇരിക്കുന്നത്. ഒരു ബൈബിളിലൊരു വാക്യമുണ്ട്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ കാര്യമില്ലെന്ന്. ഓരോ ദിവസവും പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏറ്റവും അധിക വരുമാനം ഉണ്ടാക്കിയ സർക്കാരാണെന്ന്. ഈ അധിക വരുമാനം എവിടെ നിന്നാണ്? ഈ ചോര നീരാക്കി പണിയെടുക്കുന്ന സാധാരണക്കാരൻ്റെ ചോര ഊറ്റിയെടുക്കുന്ന അധിക വരുമാനമാണ്. ധനകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നു, സർക്കാർ അങ്ങനെ ദാരിദ്ര്യത്തിലൊന്നുമല്ല, ഏറ്റവും കൂടുതൽ നികുതി വരുമാനമുണ്ടാക്കിയ സംസ്ഥാനമാണ് സർക്കാരാണിത് എന്ന് പറഞ്ഞ് അദ്ദേഹം മേയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, ആശാവർക്കർമാർ ഉന്നയിച്ചിരിക്കുന്ന ഈ ഡിമാൻഡ് അവർ അംഗീകരിക്കാത്തത്, സമരം ഒത്തുതീർപ്പാക്കാത്തത് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് മറ്റെന്തൊക്കെയോ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ധനകാര്യമന്ത്രിക്ക് ഇന്ന് ഇത്തരമൊരു ഉത്തരം പറയേണ്ടി വരുമായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം പിന്തുണയ്ക്കുന്ന ഒരു സമരമാണിത്. ആ പൊതുസമൂഹത്തിനിടയിൽ സർക്കാരിൻ്റെ ഈ ജനാധിപത്യ വിരുദ്ധമായ നിലപാട് വിശദീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുക ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നടക്കുന്ന ഈ സമരം കേരളത്തിലെ മുഴുവൻ നഗരങ്ങളിലും നടത്താനാണ് നമ്മൾ ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ഈ സമരത്തെ പിന്തുണച്ച് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സംഘടനകളെയും വ്യക്തികളെയും സാംസ്കാരിക സംഘടനകളെയും മതസാമുദായിക സംഘടനകളെയും എല്ലാം ചേർത്തുകൊണ്ട് ജില്ലാതലങ്ങളിൽ അതിൻ്റെ സ്വാഗത സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വളരെ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ജനകീയ സമരയാത്രയാണ് ഇത്. നമസ്കാരം. 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷം ഇന്ന് കാസർഗോഡ് നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാവർക്കർമാരുടെ സമരവും നടക്കുന്നത്. ഇന്ന് 71ാം ദിവസം പിന്നിടുകയാണ്. ഇന്ന് ഇവർ ഈ ഒരു സമരത്തിൻ്റെ 4ാം ഘട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ സമരത്തിൻ്റെ ഈ 4ാം ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഞങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരം കേരളമെമ്പാടും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമരം സർക്കാർ സെറ്റിൽ ചെയ്യാതെ പോകുന്നത് സർക്കാരിന് പൈസ ഇല്ലാഞ്ഞിട്ടല്ല ഇന്ന് ധനകാര്യമന്ത്രി പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഇത് മറ്റ് ചില തീരുമാനങ്ങളുടെയും പിടിവാശികളുടെയും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് പബ്ലിക്കിനോട് ഞങ്ങൾക്ക് എന്ന് പറയണം. കാരണം ഈ പബ്ലിക്ക് മുഴുവൻ ഞങ്ങളെ പിന്തുണച്ച് ഇവിടേക്ക് എത്താൻ പറ്റാതിരിക്കുന്ന ആളുകളാണ്. അവരെ കാണാൻ ഞങ്ങൾ ആ സ്ഥലങ്ങളിലേക്ക് ചെല്ലുകയാണ്. കാസർഗോഡ് നിന്ന് മെയ് 5-ന് ഈ യാത്ര ആരംഭിക്കും. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്ര ആണിത്. ഇത് ആരംഭിക്കും. എല്ലാ ജില്ലകളിലും 2-3 ദിവസം എടുത്ത് നമ്മൾ വളരെ വലിയ ക്യാമ്പയിൻ നടത്തി, സ്വാഗത സംഘമൊക്കെ രൂപീകരിച്ച് ക്യാമ്പയിൻ നടത്തി എത്തിച്ചേരാൻ പറ്റുന്ന ആളുകളെ എല്ലാം ഒരു സ്ഥലത്ത് എത്തിച്ചേർത്ത് അവിടെ ഈ വിഷയങ്ങളെല്ലാം വിശദീകരിച്ച്, ഇതിനോടൊപ്പം കലാപരിപാടികളടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ വിപുലമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. മെയ് 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കും. ജൂൺ 17-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സെക്രട്ടേറിയറ്റ് മാർച്ചോടുകൂടി സമാപിക്കും. യാത്ര സമരം നമ്മുടെ ഡിമാൻഡ് നേടിയെടുക്കുന്നവരെ മുന്നോട്ട്. അതായത് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് വാർഷികാഘോഷം തുടങ്ങുകയാണ്. ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ്? അവർ സർക്കാർ അവരുടെ നേട്ടവുമായി 4ാം വാർഷിക ആഘോഷം തുടങ്ങുമ്പോൾ അവരുടെ ഏറ്റവും വലിയ കോട്ടമാണല്ലോ ഇരിക്കുന്നത്. ഒരു മിനിമം തുക ചോദിച്ചുകൊണ്ട് ഈ കേരളത്തിലെ സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് പിന്നെ എത്ര നേട്ടം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ബൈബിളിലൊരു വാക്യമുണ്ട്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ കാര്യമില്ലെന്ന്.
എന്തൊക്കെ നേട്ടം ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ. നിങ്ങളുടെ എന്താ കണ്ണിന് താഴെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലിരിക്കുന്നു, ആദ്യം അവരുടെ കാര്യം സെറ്റിൽ ചെയ്യൂ എന്നുള്ളത് എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ, അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അത് കാണാതെ ഇവരുടെ നേട്ടങ്ങളെക്കുറിച്ച് ഇവരെന്ത് വിശദീകരിക്കാൻ പോവുകയാണ്? കഴിഞ്ഞ ദിവസം എഴുന്നേറ്റ് പോയ CPO കുഞ്ഞുങ്ങളുടെ കണ്ണീര് കാണാത്ത ഇവർക്ക് എന്ത് നേട്ടമാണ് പറയാനുള്ളത്? ഇവിടെ 16 മാസമായി പെൻഷൻ കിട്ടാത്ത ക്ഷേമനിധി, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധികളോട് ഇവർക്ക് എന്ത് നേട്ടത്തിൻ്റെ കഥയാണ് പറയാനുള്ളത്? അല്ലേ? ഇവിടെ ഇതുപോലെ ഓരോ അടിസ്ഥാന തൊഴിൽ വിഭാഗവും എടുത്ത് നോക്ക്. രക്തം വെള്ളമാക്കി കണ്ണീരൊഴുക്കിക്കൊണ്ട് പണിയെടുക്കുന്നവൻ്റെ മേൽ ഓരോ ദിവസവും പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏറ്റവും അധിക വരുമാനം ഉണ്ടാക്കിയ സർക്കാരാണെന്ന്. ഈ അധിക വരുമാനം എവിടെ നിന്നാണ്? ഈ ചോര നീരാക്കി പണിയെടുക്കുന്ന സാധാരണക്കാരൻ്റെ ചോര ഊറ്റിയെടുക്കുന്ന അധിക വരുമാനമാണ്. ഇവിടുത്തെ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുള്ള 26,000-ഓളം കോടി രൂപയുണ്ട്. അതിനകത്ത് ഇതുവരെ തൊട്ടിട്ടില്ല. പണിയെടുക്കുന്നവൻ്റെ കയ്യിൽ നിന്നാണ്. ഒരു വശത്ത് ലോട്ടറി കച്ചവടത്തിലൂടെയും മറുവശത്ത് മദ്യ കച്ചവടത്തിലൂടെയും ഇത് മുഴുവൻ ഊറ്റിയെടുക്കും. പിന്നെ പുതിയ പുതിയ ടാക്സുകളായിട്ട് ഊറ്റിയെടുത്ത് അധിക വരുമാനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നേട്ടം പറയാൻ പോകുമ്പം 16-17 മാസമായിട്ട് ഈ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് 1,600 രൂപ പെൻഷൻ കിട്ടിയിട്ടില്ല. എന്ത് നേട്ടമാണ് ഇവർ വിശദീകരിക്കാൻ പോകുന്ന? കോടികൾ ചെലവഴിച്ച്. അപ്പോൾ ഇതിനൊക്കെയാണ് അവർ ആദ്യമേ ഉത്തരം പറയേണ്ടത്. അതുകൊണ്ട് അവരുടെ ഈ ദിവസത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രഖ്യാപനം ഇന്ന് നടത്തുന്നത്. എന്തായാലും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ തുടങ്ങുന്ന ഈ ഒരു വേളയിലാണ് ഈ ആശാ വർക്കർമാരും 4ാം സമരഘട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അവർ അതിശക്തമായി തന്നെ ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ആശാമാരുടെ രാപ്പകൽ സമരയാത്രയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആരംഭിക്കുവാൻ വേണ്ടി പോകുന്നത്. അതായത് മെയ് 5 മുതൽ ജൂൺ 17 വരെ ഈ ഒരു സമരയാത്ര ആരംഭിക്കുന്നതാണ്. അതായത് കാസർഗോഡ് നിന്നും തുടങ്ങും. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും ഇന്ന് തുടങ്ങിയ, അതായത് 4ാം വാർഷിക ആഘോഷം തുടങ്ങിയ അതേ രീതിയിൽ തന്നെ കാസർഗോഡ് നിന്നും വടക്ക് നിന്നും തെക്കോട്ട് ഇവർ യാത്ര തുടങ്ങുവാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും വലിയൊരു സമര പ്രഖ്യാപനം തന്നെയാണ് ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് പിണറായി സർക്കാരിന് ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്നും പൊതുസമൂഹവും വിലയിരുത്തുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.